കനത്ത ത്രികോണ മത്സരമെന്ന് വിധിയെഴുതിയ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വെന്നിക്കൊടി പാറിച്ച് കേന്ദ്ര സഹമന്ത്രി സ്ഥാനം നേടിയെടുത്ത നേതാവ്. മലയാള സിനിമയുടെ താരപരിവേഷത്തിന് അപ്പുറം കേരളത്തിലെ BJPക്ക് ദേശീയ തലത്തിൽ തന്നെ എടുത്തുകാട്ടാവുന്ന നേതാവ്. സുരേഷ് ഗോപി തൃശൂരും പിന്നാലെ കേന്ദ്രമന്ത്രി സ്ഥാനവും അങ്ങ് എടുത്ത ശേഷം BJP വൃത്തങ്ങളിൽ പല വിധത്തിലുള്ള വിശേഷണങ്ങൾക്കാണ് അർഹനായത്. എന്നാൽ മന്ത്രിയായിട്ടും സ്ഥാനമേറ്റ് ദിവസങ്ങൾക്കുള്ളിൽ അഭിനയിക്കാൻ അനുവദിക്കണമെന്ന ആവശ്യമായിരുന്നു സുരേഷ് ഗോപി ഉന്നയിച്ചത്. സിനിമാ മോഹങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും തടയിട്ടു എന്ന വാർത്തയ്ക്ക് പിന്നാലെ സിനിമാ ഗെറ്റപ്പിലുള്ള താടി ഷേവ് ചെയ്ത് സുരേഷ് ഗോപി സമൂഹമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. കേരള BJPക്ക് ഊറ്റം കൊള്ളാവുന്ന കേന്ദ്രമന്ത്രി സ്ഥാനം ലഭിച്ചിട്ടും പാർട്ടിക്ക് അതുവഴി കൂടുതൽ അനുകൂല സാഹചര്യം ഒരുക്കുന്നതിന് പകരം അഭിനയാവസരമുള്ള മന്ത്രിയായി മാറണമെന്ന സുരേഷ് ഗോപിയുടെ ആവശ്യം രാഷ്ട്രീയ ഭേദമില്ലാതെ ട്രോളായി. മാധ്യമപ്രവർത്തകരോട് തുടർച്ചയായുള്ള സിനിമാ സ്റ്റൈലിലുള്ള പരുക്ഷമായ പെരുമാറ്റവും ഇക്കാലത്തുണ്ടായി. കൂടാതെ നിവേദനം നൽകാനെത്തിയവരെ സുരേഷ് ഗോപി അപമാനിച്ചുവെന്ന് ചങ്ങനാശ്ശേരിയിലെ പ്രാദേശിക നേതാവിന്റെ പരാതിയും ഉയർന്നു. വേദിയിൽ ഇരിക്കാൻ കൂട്ടാക്കിയില്ലെന്നും നിവേദനം നൽകാൻ എത്തിയവരോട് ഞാൻ നിങ്ങളുടെ MP അല്ല എന്ന് പറഞ്ഞുവെന്നുമായിരുന്നു പരാതി. പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്നതായി ചൂണ്ടിക്കാട്ടി മന്ത്രിസ്ഥാനത്തിന്റെ ഗൗരവം സുരേഷ് ഗോപി ഉൾക്കൊണ്ടിട്ടില്ല എന്ന് ആക്ഷേപമുയർന്നു. താഴേക്കിടയിൽ നിന്ന് പ്രവർത്തിച്ചു വന്ന ഒരു BJPക്കാരൻ അല്ലാത്തതിനാൽ പാർട്ടിയുടെ ചട്ടക്കൂടിലൊതുങ്ങാത്തതാണ് സുരേഷ് ഗോപിയുടെ പ്രവർത്തനമെന്നും ആരോപണമുണ്ടായി. ഇതിനിടയിലാണ് സുരേഷ് ഗോപി തനി BJPക്കാരൻ അല്ലെന്നും എന്നാൽ സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനവുമെന്ന് മുതിർന്ന BJP നേതാവ് MT രമേശ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വന്ന ഒരു BJP പ്രവർത്തകനല്ല സുരേഷ് ഗോപി എന്ന് പാർട്ടി നേതൃത്വത്തിന് തന്നെ ബോധ്യമുണ്ട്. അദ്ദേഹം വഴങ്ങാത്ത ആളൊന്നുമല്ല. എല്ലാ പ്രവർത്തനങ്ങളും അദ്ദേഹം പാർട്ടിയെ അറിയിച്ചുകൊണ്ടാണ് ചെയ്യാറുള്ളതെന്നും തൃശൂരിലും അങ്ങനെ തന്നെയാണെന്നും MT രമേശ് പറഞ്ഞു. ജില്ലാ പ്രസിഡന്റുമാരെ അറിയിച്ചിട്ടാണ് അതത് ജില്ലയിലെ പരിപാടികളിൽ പങ്കെടുക്കുന്നത്. എന്നാൽ തന്നെയോ സുരേന്ദ്രനെയോ പോലെയോ സുരേഷ് ഗോപി 100% BJPക്കാരനല്ല എന്നും അദ്ദേഹം സമ്മതിച്ചു. സിനിമാ മേഖലയിലും അപ്പുറവും സുരേഷ് ഗോപിക്ക് ബന്ധങ്ങളും കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് BJP പരിപാടികളിൽ മാത്രമേ പങ്കെടുക്കാവൂ എന്ന് നിഷ്കർഷിച്ചിട്ടില്ല. കൂടാതെ അത്ര പെട്ടെന്ന് മെരുങ്ങാത്ത ആളാണ്. സിനിമയിലും അതാണ് പ്രകൃതം. സിനിമയിലെ കോക്കസിന്റെ ഉള്ളിൽപ്പെടാതെ നിൽക്കാൻ കഴിയുന്നതും അതുകൊണ്ടാണ്. പക്ഷേ BJP പ്രവർത്തകരോട് ധാർഷ്ട്യമില്ല. സൗഹൃദത്തിലാണ് പെരുമാറുന്നത്. ഒരു ജില്ലാ ഘടകത്തിനും പരാതിയില്ല. ഒറ്റപ്പെട്ട പരാതികളല്ലാതെ ഘടകത്തിന് പൊതുവായി മറ്റു പരാതികളില്ല. സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങളിൽ പരാതിയില്ലെന്നും എന്നാൽ പാർട്ടി നിലയിൽ മെച്ചപ്പെടുത്താനുണ്ട് എന്ന രീതിയിലുമായിരുന്നു മുതിർന്ന നേതാവിന്റെ പ്രതികരണം.